ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കരക്കിഴങ്ങ് കൊണ്ടിട്ടൊരു സ്നാക്കാണ് കേട്ടോ. ഒരു 2 ചക്കരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. അത് നന്നായി നമ്മൾ ഉടച്ചെടുക്കണം. പിന്നെ ഈ സ്നാക്ക് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മോന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു ഡോനറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇത് വരിക. അങ്ങനെ പുഴുങ്ങി വെച്ച ചക്കരക്കിഴങ്ങിൻ്റെ മിക്സിലോട്ട് നന്നായി ഉടച്ചതിന് ശേഷം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കില്ലേ, ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുന്ന ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് നടുവിൽ ഹോളാക്കിയിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കൊരു ഡോനറ്റ് എന്ന് പറയാം. മോനൊക്കെ പറ്റിക്കാൻ പറ്റിയിട്ട് മക്കൾക്ക് ഡോനറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ അർജുന് ഉണ്ടാക്കി കൊടുക്കണ ഒരു ഡോനറ്റാണ് കേട്ടോ, ചക്കരക്കിഴങ്ങ് കൊണ്ട്. അങ്ങനെ അതെല്ലാം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ നമുക്കിപ്പോൾ കഴിക്കാം. പിന്നെ മോന് കുറച്ചും കൂടിയും ഇഷ്ടം അതിൻ്റെ മീതെ കുറച്ച് ഷുഗറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് മോന് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഷുഗർ, ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ ഒരു പാനിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടിയും ഷുഗർ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മോനായതുകൊണ്ടാണ് കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഡോനറ്റ് ഓരോന്നല്ല എല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ പഞ്ചസാരത്തെ ഈർപ്പം വെറ്റണ വരെ നമ്മളിത് ഇളക്കി കൊടുത്ത് പഞ്ചസാര പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മീതെ അത് നമുക്ക് കോട്ടായി കിട്ടും. ഞാനിപ്പോൾ അധികം പഞ്ചസാര ചേർക്കാത്തതുകൊണ്ടാണ് അധികം കോട്ടായി കിട്ടാണ്ടിരുന്നത്. മോന് കൊടുക്കണോണ്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മീതെ നന്നായി പഞ്ചസാര കോട്ടായി വരും കേട്ടോ. അങ്ങനെ ചക്കരക്കിഴങ്ങ് കൊണ്ടുള്ള ഡോനട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഹെൽത്തി ആണല്ലോ, ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. കുറച്ചൊരു കോട്ടിങ്ങിനൊരു വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചക്കരക്കിഴങ്ങായതുകൊണ്ട് അതിൽ തന്നെ മധുരം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മോനിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. മോന് മാത്രമല്ല, മൂത്ത 2 പിള്ളേർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.